ഹായ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പൊതുവെ എല്ലാ കുട്ടികളും 10ാം ക്ലാസ്സിൽ ബുദ്ധിമുട്ട് പറയുന്ന എന്നാൽ അത്രത്തോളം ബുദ്ധിമുട്ട് ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് ഇത് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രകള് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ, സോളിഡ് അല്ലെങ്കിൽ ഘനരൂപം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ മോളിക്യൂൾസ് ഇങ്ങനെ അല്ലെങ്കിൽ തന്മാത്രകൾ കുറച്ച് വിട്ട് നിന്നാല് അതിനെ നമ്മൾ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയും. ഓക്കെ, ഇത് നല്ല അങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ വായു എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിൽ പഠിക്കണ സംഭവമാണ്. എന്ത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതെങ്ങനെയാണ് മാത്സിൽ പഠിക്കാൻ നമുക്ക് നോക്കാം. മാത്സിൽ നമുക്ക് ഇതെന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 4 ഷേപ്പുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഷേപ്പാണ് പിരമിഡ് അഥവാ സ്തൂപിക എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ഷേപ്പാണ് കോൺ. നമ്മൾ ഈ ഐസ്ക്രീമിന്റെ കോണൊക്കെ ആണല്ലേ, അപ്പൊ കോൺ അഥവാ വൃത്തസ്തൂപിക. ഓക്കെ, മൂന്നാമത്തെ ഷേപ്പാണ് സ്പിയർ അഥവാ ഗോളം. നാലാമത്തെ ഷേപ്പാണ് ഹെമിസ്പിയർ അഥവാ അർദ്ധഗോളം. അപ്പൊ ഈ ഒരു 4 ഷേപ്പുകളെ കുറിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, കഴിഞ്ഞ സിലബസിൽ നമുക്ക് ഒരു സിലിണ്ടറിനെ പറ്റിയൊരു പഠിക്കാണ്ടായിരുന്നു, പക്ഷേ ഈ സിലബസിൽ നമുക്കത് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചിന്ത വരും എന്തത്ര സംഭവം പഠിക്കാനുള്ളതെന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചോക്കെ, ഒരു സ്പിയർ, ആ സ്പിയറിന്റെ ഉള്ളിൽ എത്ര മണ്ണ് നിറക്കണം അല്ലെങ്കിൽ എത്ര വെള്ളം കൊള്ളും, ആ സ്പിയറിന്റെ പുറത്ത് നമുക്ക് എത്ര പെയിന്റ് അടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു പിരമിഡ്, ആ പിരമിഡിന്റെ പുറത്ത് നമുക്ക് എത്ര പെയിന്റ് അടിക്കാം. ഓക്കെ, ആ പിരമിഡിന്റെ ഉള്ളിൽ എത്ര മണ്ണ് കൊള്ളും അല്ലെങ്കിൽ എത്ര സ്ഥലമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോൺ എടുത്താൽ അതിൽ എത്ര ഐസ്ക്രീം നിറക്കാം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിലെ ഒന്നാമതായിട്ടുള്ള പിരമിഡ് എന്താന്ന് പഠിക്കാം. പിരമിഡിനെ പറ്റിയിട്ട് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിവുണ്ടാവും. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ഈജിപ്തിലെ ഗ്രേറ്റ് പിരമിഡിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഗ്രേറ്റ് പിരമിഡ്? ഗ്രേറ്റ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4500 വർഷം മുമ്പ് ഈജിപ്തിലെ അന്നത്തെ വലിയ ഡൈനാസ്റ്റിയിലെ എന്തൊക്കെ സംഭവങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പിരമിഡ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിന്റെ വലിപ്പം കണ്ടാൽ നമ്മൾ ആകെ ഞെട്ടിപ്പോകും. കാരണം 1/2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ ബേസ് ഏരിയ വരുന്നത് അല്ലെങ്കിൽ പരപ്പളവ് വരുന്നത്. അതുപോലെ തന്നെ 140 മീറ്ററോളം ഹൈറ്റിലാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടംപോലെ പിരമിഡ് ഉണ്ട്. അതിലെ ഏറ്റവും വലിയ പിരമിഡിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പിരമിഡ്. അതായത് ഇപ്പോ ഏലിയൻസ് വന്നിട്ട് ഉണ്ടാക്കിയതാണെന്നോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇത്ര ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റൂലെന്നും അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളെ പോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാവും അല്ലേ. പക്ഷെ അങ്ങനെ നല്ല വേറെ എന്തൊക്കെ സംഭവത്തിനാണ് ഉണ്ടാക്കിയത്. എന്ത് തന്നെ ആയാലും 4500 വർഷം മുമ്പേ ഇമാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരെ നമ്മൾ സമ്മതിച്ചേ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പിരമിഡ് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ പറയണ്ടേ നമുക്കൊരു പിരമിഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ പിരമിഡ് ഉണ്ടാക്കണം? ആദ്യം നമ്മൾ എന്തെടുക്കണം, ഒരു ബേസ് ഉണ്ടാക്കണം. ആ ബേസ് എന്താവണം, ഒരു സമചതുരാവണം. ഓക്കെ, അപ്പൊ പിരമിഡ് ഉണ്ടാക്കാൻ നമുക്ക് എന്താ വേണ്ടത്, ആദ്യം ഒരു ബേസ് വേണം. ആ ബേസ് എന്താവണം, അതൊരു സമചതുരം അല്ലെങ്കിൽ എന്താവണം, സ്ക്വയർ ആവണം. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് 4 പുറത്തും ത്രികോണങ്ങളെ വേണ്ടത്. ഓക്കെ, 4 പുറത്ത് ത്രികോണമാണ്. അപ്പൊ നമുക്ക് എത്ര ത്രികോണം വേണം, 4 ത്രികോണം വേണം. ത്രികോണം എത്ര വേണം, ഇതൊന്നാണ് വേണ്ടത് ത്രികോണം, 4 ത്രികോണം. പക്ഷെ ഈ 4 ത്രികോണം ഏതെങ്കിലുമൊക്കെ ത്രികോണം ആയാൽ മതിയോ? പോരാ. 4 ത്രികോണം നമുക്ക് ഒന്നുമില്ലെങ്കിൽ സമഭുജ ത്രികോണാവണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ലെങ്കിലോ സമപാർശ്വ ത്രികോണം അഥവാ ഐസോസ്റ്റസ് ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ 2 ത്രികോണം മാത്രമാണ് നമുക്ക് പിരമിഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, പാദമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സമചതുരാണ്. അതേപോലെ ലാറ്ററൽ സൈഡ് അല്ലെങ്കിൽ പാർശ്വമുഖങ്ങൾ. പാർശ്വമുഖം പറഞ്ഞാൽ നമ്മളെ സൈഡിലുള്ള മുഖങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർശ്വമുഖങ്ങൾ എന്ന് പറയുന്നത്. അതായിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഒരു ത്രികോണമാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ പിരമിഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ബേസ് വെക്കുക. ബേസിന്റെ 4 പുറം 4 ത്രികോണം വെച്ചിട്ട് അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പിരമിഡ് കിട്ടും. അപ്പൊ ഇത്ര എളുപ്പമാണ് എന്ത് പിരമിഡ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി നമുക്ക് പിരമിഡിന് ഓരോ സൈഡും എഡ്ജൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഓരോ വക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്താന്ന് നമുക്ക് പഠിക്കാം. ആദ്യം ഉള്ളതാണ് നമുക്ക് ഒരു പാദം. ഈ പാദത്തിനാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പാദത്തിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡ് ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്, പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ്. എത്ര സിമ്പിളാ പറയാണ്, പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ്. ഈ ബേസ് എഡ്ജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഇത്, ലെറ്റർ എ. അപ്പൊ ഇതൊക്കെ എന്താണ്, ലെറ്റർ എ ആണ്. ഈ വശം എ ആണ്, ഈ വശം എ ആണ്, ഈ വശം എ ആണ്, ഈ വശം എ ആണ്. ഓക്കെ, അപ്പൊ പാദവക്കിനെ ഞാൻ എന്താണ് സൂചിപ്പിക്കുക, ലെറ്റർ എ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് ത്രികോണം നോക്കാം. ഇതാണ് നമ്മുടെ ത്രികോണം. ത്രികോണത്തിൽ നമ്മൾ പാദമായിട്ടോ, ഇതാണ് നമ്മുടെ പിരമിഡിന്റെ പാദമായി. ഈ 4 വരെ ത്രികോണം ഉണ്ട് അല്ലേ.
ത്രികോണത്തിൽ നമുക്ക് എന്തുണ്ടാവും? സൈഡിൽ ഈ ഒരു സംഭവം ഉണ്ടോ? ഈ ഒരു എഡ്ജ് ഉണ്ടോ? അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ലാറ്ററൽ എഡ്ജ്. കാരണം എന്താ? അത് ലാറ്ററൽ സൈഡ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതെന്താ പാദവക്കായത്? അത് പാദത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ സൈഡിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പാർശ്വവക്ക് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ പാർശ്വവക്കിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ലെറ്റർ ഇ. ഓക്കെ, പാദവക്കിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക? ലെറ്റർ എ. പാർശ്വവക്കിനെ ലെറ്റർ ഇ. അതുപോലെ നമ്മളെ ഈ ത്രികോണത്തിന് ഒരു ഹൈറ്റ് ഉണ്ടാവും ഇല്ലേ? ഇതല്ലേ നമ്മൾ ത്രികോണം, അല്ലെങ്കിൽ ഇതല്ലേ ത്രികോണം. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് ഇവിടെ മുതൽ ഇതുവരെ, അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇതിന്റെ സെന്റർ വരെ. അതാണ് എന്ത്? ത്രികോണത്തിന്റെ ഹൈറ്റ്. പക്ഷെ നമ്മൾ പിരമിഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഹൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുക അല്ലെ? ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് എങ്ങനെ നിൽക്കുക? ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഹൈറ്റിനെ, അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഹൈറ്റിനെ നമ്മൾ പിരമിഡിൽ പറയുന്ന പേരെന്താണ്? ചെരിവ് ഉയരം, അല്ലെങ്കിൽ സ്ലാൻഡഡ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഈ സ്ലാൻഡഡ് ഹൈറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ലെറ്റർ എൽ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 ലെറ്റർ പഠിച്ചല്ലോ. എ പഠിച്ചു, ഇ പഠിച്ചു, എൽ പഠിച്ചു. ഇനി നമുക്ക് ഒരു ലെറ്ററും കൂടി ഉണ്ട്, ലെറ്റർ എച്ച്. അപ്പൊ എച്ച് എന്താന്ന് ഞാൻ പറഞ്ഞിരുന്ന ആവശ്യം ആർക്കും ഉണ്ടാവില്ല. എച്ചിന് നമ്മൾ മാത്സിൽ എവിടെ കേട്ടാലും എന്താണ്? അത് നമ്മളെ ഹൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ഹൈപ്പോട്ടന്യൂസ് ഒക്കെ ഉണ്ട്, അത് വേറെ സംഭവം. ഓക്കെ, പക്ഷെ നമ്മൾ കൂടുതലും എച്ച് എന്തായിട്ടാണ് എടുക്കല്? ഹൈറ്റ് ആയിട്ടാണ് എടുക്കല്, അല്ലെങ്കിൽ ഉയരമായിട്ടാണ് എടുക്കല്. അപ്പൊ ഇവിടുത്തെ ഉയരം എന്താ വരിക? അപ്പൊ സാറേ ഇതല്ലേ ഈ ചെരിവ് ഉയരല്ലേ ഇതിന്റെ ഉയരം? ആണോ? അല്ല, പിരമിഡിന്റെ മോൾ ഭാഗം, മുകളറ്റം, അതിനെ നമ്മൾ എന്ത് പറയും? അപ്പെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ മുകളറ്റം എന്ന് പറയും. ഈ മുകളറ്റത്ത് നിന്ന് പിരമിഡിന്റെ സെന്റർ ഉണ്ടാവുമല്ലോ, കറക്റ്റ് സെന്റർ, സൈഡ്ക്കൊന്നല്ല, കറക്റ്റ് സെന്റർ. ആ സെന്റർക്ക് വരക്കുന്ന ഹൈറ്റ് ആണ് നമ്മളെ എച്ച്. ഓക്കെ, അപ്പൊ പിരമിഡിന്റെ ഹൈറ്റ് ആണ് എന്ത്? എച്ച്. ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് എന്ത്? ചെരിവ് ഉയരം, അല്ലെങ്കിൽ സ്ലാൻഡഡ് ഹൈറ്റ്. ഓക്കെ, സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡിനെ നമ്മൾ എന്ത് പറയാ? പാദവക്ക്, അല്ലെങ്കിൽ ബേസ് എഡ്ജ്. ഓക്കെ, അതുപോലെ ത്രികോണത്തിന്റെ എഡ്ജിനെ നമ്മൾ എന്ത് പറയാം? പാർശ്വവക്ക്, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 4 ലെറ്റർ പഠിച്ചാൽ തന്നെ നമ്മൾ ഏകദേശം പിരമിഡ് കംപ്ലീറ്റ് പഠിച്ചു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ഇക്വേഷനും പഠിക്കാണ്ട്, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാണ്ട്. അപ്പൊ ഇനി നമുക്ക് പിരമിഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഞാൻ പോണേണ്.